ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അഥവാ ആക്ക സംരക്ഷണ നിയമം അതെന്താണെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ മൊമെന്റം എന്താണെന്ന് പഠിച്ചു. മൊമെന്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മൂവിംഗ് ബോഡി. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമുള്ള ഒരു സവിശേഷ ഗുണമാണ് മൊമെന്റം അഥവാ ആക്കം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വസ്തുവിൻ്റെ മാസിനെ വസ്തുവിൻ്റെ വെലോസിറ്റി പ്രവേഗം കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് മൊമെന്റം P=m×v. അത് നമുക്ക് എന്താണെന്ന് അറിയാം. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ്, ആക്ക സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇത് നമ്മൾ പഠിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പരീക്ഷണം ചെയ്യണം. ആ പരീക്ഷണം ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പരീക്ഷണം നമ്മൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അത് നമ്മൾ തിയറിറ്റിക്കലായിട്ട് നമ്മൾ വീണ്ടും അത് തെളിയിക്കും. അതിനായിട്ട് നമ്മൾ 2 ലോയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച 2 ലോ, അതായത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൻ 2ാം ചലന നിയമവും തേർഡ് ലോ ഓഫ് മോഷൻ 3ാം ചലന നിയമവും. 2ാം ചലന നിയമം എന്താണെന്ന് നമുക്കറിയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ്. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിൽ പ്രയോഗിക്കുന്ന ബലത്തിന് നേരനുപാതത്തിലായിരിക്കും. 3ാം ചലന നിയമം പറയുന്നത് ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ട്. അതായത് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും എന്ന് പറയുന്നത് നമ്മൾ പ്രയോഗിക്കുന്ന ബലമാണ്. ആദ്യം പ്രയോഗിക്കുന്ന ബലത്തെ നമ്മൾ പ്രവർത്തനമെന്നും, ആ ബലം പ്രയോഗിച്ചു കഴിയുമ്പോൾ ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു തിരിച്ചു പ്രയോഗിക്കുന്ന ബലത്തെ പ്രതിപ്രവർത്തനം എന്ന് പറയും. അപ്പോൾ അത് രണ്ടും ബലങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ബന്ധപ്പെടുത്തിയാണ് നമ്മളത് തിയററ്റിക്കലായിട്ട് നമ്മളത് തെളിയിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഇത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനു മുമ്പ് നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താണെന്ന് അറിയണ്ടേ? അത് ആദ്യം ഞാനൊന്ന് പറയാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അതായത് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന ആകെ മൊമെന്റം, അതായത് ഇടിയുടെ മുമ്പും, 2 വസ്തുക്കൾ നമ്മൾ ഇടിക്കുകയാണെങ്കിൽ ഇടിക്കുന്നതിന് മുമ്പുള്ള മൊമെന്റവും ഇടിച്ചതിന് ശേഷമുള്ള മൊമെന്റവും, അതായത് ഇടിക്കുന്നതിന് മുമ്പുള്ള ആക്കവും ഇടിച്ചതിന് ശേഷമുള്ള ആകെ ആക്കം, അതായത് ഇടിക്കുന്നതിന് മുമ്പുള്ള ആകെ ആക്കവും ഇടിച്ചതിന് ശേഷമുള്ള ആകെ ആക്കവും എപ്പോഴും തുല്യമായിരിക്കും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അഥവാ ആക്ക സംരക്ഷണ നിയമം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അതാണ് നമ്മളിവിടെ തെളിയിക്കാൻ പോകുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യമുള്ളത്, നമ്മളിവിടെ ഒരു വ്യൂഹമാണ് കണക്കാക്കുക. ആ വ്യൂഹത്തിൽ ബാഹ്യബലം അഥവാ എക്സ്റ്റേണൽ ഫോഴ്സ് പ്രയോഗിച്ചില്ല എങ്കിൽ മാത്രമേ ഈ നിയമം ബാധകമാകുള്ളൂ. അപ്പോൾ നമുക്ക് അത് പ്രാക്ടിക്കലായിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അത് എങ്ങനെ ആണ് ഈ നിയമം നമുക്ക് തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക. ഞാനിവിടെ എൻ്റെ കയ്യിൽ ഒരു വയറിങ്ങിൻ്റെ ഒരു ചാനലുണ്ട്. ആ ചാനൽ ഞാൻ 2 സ്റ്റാൻഡേർഡ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരേപോലത്തെ മാർബിളിൻ്റെ ബോളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ കുറേ ബോളുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ബോളുകൾ. ഇതിൻ്റെ എല്ലാം മാസ് തുല്യമായ ഒരേപോലത്തെ മാസുകളുള്ള ഒരേ വലിപ്പമുള്ള കുറേ ബോളുകൾ ഞാൻ, അതായത് മാർബിളിൻ്റെ ബോളുകൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ബോൾ എടുത്തു. അപ്പോൾ ഈ ബോള് ഞാൻ അല്പം ഈ ചാനലിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇടാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വിടുവാണ്. ഈ ചാനൽ വെച്ചിട്ട് താഴത്തേക്ക് വിടുവാണ്. താഴത്തേക്ക് വിടുമ്പോഴത്തേനും നമ്മൾക്ക് വെറുതെ വെച്ചിട്ട് അങ്ങ് വിടുവാണ്. അപ്പോൾ നമുക്കറിയാം അതിൽ ബാഹ്യബലമില്ല, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം മൂലം ഇത് താഴത്തേക്ക് പോയി. ഈ കൂട്ടിയിട്ടിരിക്കുന്ന കുറേ ബോളുകൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്, നറുക്ക് കിടപ്പുണ്ട്. അതിലേക്ക് വന്ന് മുട്ടുമ്പോൾ ഒന്ന് ടച്ച് ചെയ്യുവാണ്.
അപ്പം നമ്മൾ ഇവിടുന്ന് വിടുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു പോവുക, ഇതിന് മാസ് ഉണ്ട്, ചലിക്കുമ്പോൾ അതിന് വെലോസിറ്റി അഥവാ പ്രവേഗമുണ്ട്. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് എന്തുണ്ട്? മൊമെന്റം ഉണ്ട്. അപ്പോൾ ഇടിക്കുന്നതിന് മുമ്പുള്ള ഒരു മൊമെന്റം, ആ മൊമെന്റം ഇടിച്ചു കഴിയുമ്പോഴത്തേന് ആ മൊമെന്റം ഇതിന്റെ അകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങോട്ട് കൈമാറ്റം ചെയ്തിട്ട് ഇടിച്ചു കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് ഒരു ബോള്, അതായത് ഇതിന്റെ മൊമെന്റം എത്രയാണോ അത് ആ മൊമെന്റം തുല്യമാണെന്ന് കാണാൻ വേണ്ടി ഇതിന്റെ അത് ഒരു ബോളായിരിക്കും നമ്മൾ തെറിച്ച് മുമ്പോട്ട് പോവുക. നിങ്ങളത് നോക്കിപ്പോവുക. ഞാൻ ആദ്യം ഒരു ബോൾ മാത്രം ഇവിടെ നിന്ന് വിടുവാണ്, ഫ്രീ ആയിട്ട് വിടുവാണ്. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ബാഹ്യബലമില്ലാതെ നേരെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ ഫോഴ്സ് ആണ്, അത് ആന്തരിക ബലമാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടുത്തെ ഈ ഇത്രയും ബോളുകളും ഇതും നമ്മൾ ഇത്രയും നമ്മളൊരു സിസ്റ്റം, ഒരു വ്യൂഹമായിട്ടാണ് കണക്കാക്കുക. ഈ വ്യൂഹത്തിലെ കാര്യമാണ് നമ്മൾ ലോ ആയിട്ട് പറയുക, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് നോക്കി പോകാം. അല്ല, ഒരു ബോൾ മാത്രം അതിലൂടെ, അതായത് ഇതിന്റെ മൊമെന്റം അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ബോൾ മാത്രം തെറിച്ചു പോവുകയാണ്. ഇനി ഞാൻ രണ്ട് ബോള് ഇനി എടുത്തു, രണ്ടെണ്ണം എടുത്തു ഇതുപോലെ തന്നെ വിടുവാണ്. അപ്പൊ ഇത് രണ്ട് ബോളിന്റെ മാസ് ഉണ്ട്. രണ്ട് ബോളിന് നമ്മൾ താഴത്തേക്ക് വിടുമ്പോൾ മാസ് കൊണ്ട് വെലോസിറ്റി ആണ്. അപ്പോൾ രണ്ടിന്റെയും മാസും വെലോസിറ്റിയും കൂടി കൂട്ടുമ്പോഴാണ് ആകെ മൊമെന്റം, ടോട്ടൽ മൊമെന്റം വരിക. അപ്പൊ നമ്മൾ ഇത് വിട്ട് കഴിയുമ്പോഴത്തേനുള്ള മൊമെന്റം, ഇത് ഇടിച്ചു കഴിയുമ്പോഴുള്ള വ്യത്യാസം നോക്കിക്കോളാം. അതുകൊണ്ട് രണ്ട് ബോൾ, അതായത് ഇടിക്ക് മുമ്പുണ്ടായിരുന്ന ബിഫോർ കൊളീഷൻ അതിനുണ്ടായിരുന്ന മൊമെന്റവും ആഫ്റ്റർ കൊളീഷൻ ഇടിച്ചതിന് ശേഷമുള്ള മൊമെന്റവും തുല്യമാണെന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാം. ഇനി നമ്മൾ 3 ബോൾ വിടുവാണെങ്കിൽ നോക്കിയേ, 3 ബോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തു, എന്നിട്ട് ഞാൻ ഇവിടുന്ന് വിടുവാണ്. അപ്പോൾ ഇവിടെ ഈ ബോളെ വന്നിരിച്ച് കഴിയുമ്പോൾ നോക്കാം. ഇപ്പം ഇതിന് 3 ബോളിനും കൂടെയുള്ള മാസും അതിന് പ്രവേഗം കൂടുന്നതാണ് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ കൊളീഷനും നമ്മുടെ ലോ അനുസരിച്ച് കൃത്യം അതിൻ്റെ അകത്ത് 3 ബോൾ തെറിച്ചു പോകണം. നമുക്ക് നോക്കാം. 3 ബോൾ തെറിച്ചു പോയി. അപ്പൊ നമുക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് മനസ്സിലായത്? ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷനും ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷനും ഈക്വൽ ആണെന്ന് നമുക്ക് ഇതിനകത്ത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതാണ് ശരിക്കും പ്രാക്ടിക്കലായിട്ട് നമുക്ക് മനസ്സിലായത്. ഇനി നമുക്കിത് തിയററ്റിക്കലായിട്ടും കൂടി ഒന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇതൊന്ന് തിയററ്റിക്കലായിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അഥവാ ആക്ക സംരക്ഷണ നിയമം തിയററ്റിക്കലായിട്ട് ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം, തെളിയിച്ച് നോക്കാം. അപ്പൊ നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഇവിടെ ഞാൻ 2 വസ്തുക്കൾ വരച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു വസ്തു, ബി എന്ന് പറയുന്ന വസ്തു. രണ്ടിന്റെയും വലിപ്പം ഏതാണ്ട് തുല്യമാണ്, പക്ഷെ മാസുകൾ വ്യത്യസ്തമാണ്. 2 വസ്തുക്കളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരേ ദിശയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന 2 വസ്തുക്കൾ. എ എന്ന് പറയുന്ന വസ്തുവിന്റെ മാസ് m1, ഇപ്പോൾ അതിന്റെ പ്രവേഗം വെലോസിറ്റി എന്ന് പറയുന്നത് u1. ബി എന്ന് പറയുന്ന വസ്തുവിന്റെ മാസ് m2, അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് u2. അപ്പം എയും ബിയും ഒരേ ഡയറക്ഷൻ, ഒരേ ദിശയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എയുടെ വെലോസിറ്റി അഥവാ പ്രവേഗം ബിയേക്കാൾ അല്പം കൂടുതലാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? എ ബിയിൽ ചെന്ന് ഇടിച്ചു, ഒരു ഇമ്പാക്ട് ഉണ്ടായി. അപ്പം എന്ത് സംഭവിക്കും? എ എന്ന് പറയുന്ന വസ്തു ബി എന്നൊരു വസ്തുവിൽ ഒരു ബലം പ്രയോഗിക്കുകയാണ്. ബലം പ്രയോഗിച്ചതിന് ഫലമായിട്ട് തിരിച്ച് ബി എന്നൊരു വസ്തു എ എന്നൊരു വസ്തുവിലും ബലം പ്രയോഗിച്ചു. അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? 2 വസ്തുക്കളുടെയും വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടായി, പ്രവേഗത്തിന് മാറ്റം ഉണ്ടായി. അപ്പൊ ഇടിച്ചതിന് ശേഷം എന്ത് സംഭവിക്കും? രണ്ടിന്റെയും വെലോസിറ്റി ചേഞ്ച് ചെയ്തു. m1 നേരത്തെ u1 വെലോസിറ്റി ഉണ്ടായിരുന്ന എ എന്ന് പറയുന്ന വസ്തു, അതിന്റെ മാസ് m1 തന്നെ, പക്ഷേ വെലോസിറ്റി u1 നിന്നും v1ലേക്ക് ചേഞ്ച് ആയി. അതുപോലെ ബി എന്ന് പറയുന്ന വസ്തുവിന്റെ മാസ് m2 തന്നെ, പക്ഷേ വെലോസിറ്റി u2 നിന്നും v2ലേക്ക് ചേഞ്ച് ആയി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അനുസരിച്ച് എന്താണ്? ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ, ഇടിക്ക് മുമ്പുള്ള ആകെ ആക്കവും ഇടിച്ചതിന് ശേഷമുള്ള ആകെ ആക്കവും തുല്യമായിരിക്കണം. അതായത് ഇടിന് മുമ്പുള്ള ആകെ ആക്കം, അതായത് ഇടി ബിഫോർ കൊളീഷൻ ഉള്ള ആകെ ആക്കം എന്ന് പറയുന്നത് രണ്ടിന്റെയും ആക്കങ്ങൾ കൂട്ടുക. അതായത് m1 u1 പ്ലസ് m2 u2. ഇതാണ് ബിഫോർ കൊളീഷൻ. അടുത്തത് ആഫ്റ്റർ കൊളീഷൻ, ഇടിയിന് ശേഷം ഉള്ള ആക്കം എന്ന് പറയുന്നത് m1 v1 പ്ലസ്
m2 v2. ഇത് രണ്ടും തുല്യമാണ്. m1u1 പ്ലസ് m2u2 സമം m1v1 പ്ലസ് m2v2 എന്ന് നമുക്ക് തെളിയിക്കണം. അതാണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അഥവാ ആക്ക സംരക്ഷണ നിയമം പറയുന്നത്. അപ്പൊ ഇത് തെളിയിക്കണമെങ്കിൽ നമുക്ക് ന്യൂട്ടന്റെ രണ്ട് ചലന നിയമങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ ചലന നിയമം എന്ന് പറയുന്നത് ഏതാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ഒരു വസ്തുവിനുണ്ടാവുന്ന ആക്ക വ്യത്യാസ നിരക്ക് അത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സുമായിട്ട് നേരനുപാതത്തിലാണ്. അതുപോലെ മൂന്നാം ചലന നിയമം കൂടി നമ്മൾ അപ്ലൈ ചെയ്യണം. മൂന്നാം ചലന നിയമം പറയുന്നത് to every action there is an equal and opposite reaction. ഏതൊരു പ്രവർത്തനത്തിന് തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ട്. അപ്പൊ നമുക്കിവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഈ രണ്ട് വസ്തുക്കൾക്കുണ്ടായ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, അത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, അത് ആണ് നേരാനുപാതം. അപ്പൊ രണ്ടിന്റെയും ചേഞ്ച് ഇൻ മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിക്കണം. രണ്ട് വസ്തുക്കളിലും അനുഭവപ്പെടുന്ന ബലവും കണ്ടുപിടിക്കണം. അപ്പൊ അത് വെച്ചിട്ടാണ് നമുക്ക് ഇത് തെളിയിക്കേണ്ടത്. അപ്പൊ ഇത് അവർക്ക് m1u1 പ്ലസ് m2u2 സമം m1v1 പ്ലസ് m2v2 എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അത് നമ്മുടെ മനസ്സിൽ ഓർക്കുക, നമ്മൾ തെളിയിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം, ഇത് എ എന്ന് പറയുന്ന വസ്തു ബി എന്ന് പറയുന്ന വസ്തുവിന് എന്ത് ചെയ്യുവാണ്? കൂട്ടിമുട്ടുവാണെന്ന് പറഞ്ഞു. ഇതിന്റെ സ്പീഡ് കൂടുതലാണ്, പ്രവേഗം കൂടുതലായതുകൊണ്ട് എ ബിയിൽ വന്ന് കൂട്ടിമുട്ടി. അപ്പൊ കൂട്ടിമുട്ടിയതിന്റെ ഫലമായിട്ടാണ് ഇതിന്റെ പ്രവേഗം ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന വസ്തു ബി എന്ന് പറയുന്ന വസ്തുവിൽ പ്രയോഗിച്ച ഒരു ബലമുണ്ട്. അതേപോലെ തന്നെ തിരിച്ച് ബി എന്ന് പറയുന്ന വസ്തു എ എന്നൊരു വസ്തുവിൽ ഒരു ബലം പ്രയോഗിച്ചു. ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അക്കോർഡിംഗ് ടു തേർഡ് ലോ. അത് അപ്പം എന്താണ് നമുക്ക് ഇങ്ങനെ സങ്കല്പിക്കാം. എയും ബിയും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ബി എയിൽ പ്രയോഗിച്ച ബലം അത് നമ്മൾ എഫ് എ ബി എന്നെടുത്തു. ബി എയിൽ പ്രയോഗിച്ച ബലം എഫ് എ ബി. അതുപോലെ എ ബിയിൽ പ്രയോഗിച്ച ബലം എഫ് ബി എ. അപ്പൊ നമ്മുടെ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് എഫ് എ ബി സമം മൈനസ് എഫ് ബി എ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, തുല്യവും വിപരീതവുമാണ്. അതായത് എഫ് എ ബി സമം മൈനസ് എഫ് ബി എ. അപ്പം ഇത് രണ്ടും തുല്യവും. ഇതാണ് മൂന്നാം ചലന നിയമം അനുസരിച്ച് നമുക്ക് കിട്ടേണ്ടത്. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. എഫ് എ ബി സിക്വൽ ടു മൈനസ് എഫ് ബി എ. ഇനി നമുക്ക് എഫ് എ ബി, അതായത് രണ്ടാമത്തെ വസ്തു ഒന്നാമത്തെ വസ്തു പ്രയോഗിച്ച ബലം കണ്ടുപിടിക്കണം. അതുപോലെ ഒന്നാമത്തെ വസ്തു രണ്ടാമത്തെ വസ്തു പ്രയോഗിച്ച ബലം എഫ് ബി എ, അത് രണ്ടും കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏത് അപ്ലൈ ചെയ്യണം? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യണം. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്താണ്? പ്രയോഗിച്ച ബലം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റത്തിന്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് നേരനുപാതമാണ്. അപ്പൊ അത് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് തെളിയിക്കുക. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഓരോന്നിനും ഉണ്ടായ ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിക്കാൻ പോവാണ്. അതായത് എ ബിയിൽ ഇടിച്ചപ്പോൾ ഉണ്ടായ രണ്ട് വസ്തുക്കൾക്കും വെലോസിറ്റി ചേഞ്ച് ചെയ്തു, അപ്പോൾ മൊമെന്റത്തിന് ചേഞ്ച് ചെയ്തു. നമ്മൾ ടി സെക്കൻഡ് സമയത്തേക്കാണ് എയും ബിയും തമ്മിൽ കൂട്ടിമുട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ടി സെക്കൻഡ് സമയത്ത് ഉള്ള ഇടിയുടെ ഇമ്പാക്റ്റിന്റെ ഫലമായി, കൊളീഷന്റെ ഫലമായി ഉണ്ടായ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എന്തിന് തുല്യമാണ്, നമുക്ക് എന്തിന് ആനുപാതികമാണ് നമുക്കറിയാം? അപ്ലൈഡ് ഫോഴ്സിന് ആനുപാതികമാണ്. അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വസ്തു രണ്ടാമത്തെ വസ്തുവിൽ പ്രയോഗിച്ച ബലം കണ്ടുപിടിക്കണം. അതായത് ഒന്നാമത്തെ വസ്തു രണ്ടാമത്തെ വസ്തുവിൽ പ്രയോഗിച്ച ബലവും രണ്ടാമത്തെ വസ്തു ഒന്നാമത്തെ വസ്തുവിൽ പ്രയോഗിച്ച ബലവും. അപ്പൊ നമുക്ക് എഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ വസ്തു ഒന്നാമത്തെ വസ്തുവിൽ പ്രയോഗിച്ച ബലം. അപ്പോൾ രണ്ടാമത്തെ വസ്തു ഒന്നാമത്തെ വസ്തുവിൽ ബലം പ്രയോഗിച്ചതിന്റെ ഫലമായിട്ടാണ് ഏത് വസ്തുവിന് ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടായത്? u1 എന്നുള്ള, അതായത് ഈ വസ്തുവിൽ ബലം പ്രയോഗിച്ചു. അതായത് ബി എന്ന് പറയുന്ന വസ്തു എ എന്ന വസ്തു ബലം പ്രയോഗിച്ചു. അതിന്റെ ഫലമായി ഈ വസ്തുവിന്റെ മൊമെന്റം ചേഞ്ച് ആയി. അതായത് അതിന്റെ പ്രവേഗം u1 നിന്നും v1 മാറി.
അപ്പോൾ എഫ് എ ബി എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാം? എഫ് എ ബി എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം? എഫ് എ ബി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന വസ്തു എ എന്നൊരു വസ്തുവിൽ പ്രയോഗിച്ച ബലമാണ്. അപ്പൊ എഫ് എ ബി എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ആ വസ്തുവിനുണ്ടായ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് തുല്യമാണ്. നമുക്കറിയാം ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് m1 v1 മൈനസ് m1 u1 ഡിവൈഡഡ് ബൈ ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് എത്ര സമയത്തേക്കാണ്? നമുക്കറിയാം ടി സെക്കൻഡ് സമയത്തേക്കാണ് ബലം പ്രയോഗിച്ചത്. അപ്പോൾ എഫ് എ ബി ഇസ് ഈക്വൽ ടു m1 v1 മൈനസ് m1 u1 ബൈ ടി. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. എ ബിയിൽ ഇടിച്ചു, അപ്പോൾ എ ബിയിൽ ഒരു ബലം പ്രയോഗിച്ചു, അപ്പോൾ ബി എയിൽ ഒരു ബലം പ്രയോഗിച്ചു. നമ്മൾ ഇവിടെ എടുക്കുന്നത് ബി എയിൽ പ്രയോഗിച്ച ബലം എഫ് എ ബി എന്നും എ ബിയിൽ പ്രയോഗിച്ച ബലം എഫ് ബി എ എന്നുമാണ് എടുത്തിരിക്കുക. അപ്പൊ നമുക്ക് എഫ് എ ബി കണ്ടുപിടിക്കാനായിട്ട് എക്കുണ്ടായ ഒന്നാമത്തെ വസ്തുവിനുണ്ടായ ചേഞ്ച് ഇൻ മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിച്ചാൽ മതി. അതേതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് എയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് എയിൽ അപ്ലൈ ചെയ്ത ഫോഴ്സിന് തുല്യമാണ്. അതായത് എയിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത് ആരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? ബി ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എഫ് എ ബി എന്ന് പറയുന്നത് എക്കുണ്ടായ ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിക്കാനായിട്ട് ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ബൈ ടൈം ഫോർ ചേഞ്ച് ഇൻ മൊമെന്റം. അതായത് m1 v1 മൈനസ് m1 u1 ബൈ ടി. അപ്പോൾ എഫ് എ ബി കിട്ടി. ഇനി നമുക്ക് എഫ് ബി എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എഫ് ബി എ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന വസ്തു ബി എന്ന വസ്തു പ്രയോഗിച്ച ബലം, അതാണ് എഫ് ബി എ എന്ന് പറയുന്നത്. എഫ് ബി എ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന വസ്തു ബി എന്ന വസ്തുവിൽ ബലം പ്രയോഗിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ബി എന്ന വസ്തുവിന്റെ പ്രവേഗം ചേഞ്ച് ആയി. ബി എന്ന വസ്തുവിന്റെ പ്രവേഗം u2 ൽ നിന്ന് എങ്ങോട്ടാണ് മാറിയത്? v2യിലേക്കാണ് മാറിയത്. അപ്പോൾ എഫ് ബി എന്ന് പറയുന്നത് ഈ ബിക്കുണ്ടായ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് തുല്യമാണ്. അപ്പോൾ ബിക്കുണ്ടായ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഫൈനൽ മൊമെന്റം, അതായത് m2 v2 മൈനസ് m2 u2 ബൈ ടൈം ഫോർ ചേഞ്ചിങ് മൊമെന്റം. ചേഞ്ചിങ് മൊമെന്റം എടുത്ത് സമയം കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? m2 v2 മൈനസ് m2 u2 ഡിവൈഡഡ് ബൈ t. അപ്പൊ നമുക്ക് എഫ് എ ബിയും കിട്ടി, എഫ് ബി എയും കിട്ടി. നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? എഫ് എ ബി ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ എന്നാണ്. അപ്പൊ നമുക്ക് എഫ് എ ബി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്? m1 v1 മൈനസ് m1 u1 ബൈ ടി. എഫ് ബി എ എന്ന് പറയുന്നത് m2 v2 മൈനസ് m2 u2 ബൈ ടി. ഒന്നുകൂടി പറയാം. എഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്ന വസ്തു എ എന്ന വസ്തുവിൽ പ്രയോഗിച്ചതിന്റെ ബലം. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്തു. ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എക്കുണ്ടായ ചേഞ്ച് ഇൻ മൊമെന്റത്തിലുണ്ടായ വ്യത്യാസം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ചേഞ്ച് ഇൻ, അതായത് u1 എന്നുള്ളത് v1 ആയിട്ട് മാറി. അപ്പോൾ ഫൈനൽ മൊമെന്റം m1 v1 മൈനസ് ഇനീഷ്യൽ മൊമെന്റം m1 u1 ഡിവൈഡഡ് ബൈ ടൈം ഫോർ ചേഞ്ച് ഇൻ മൊമെന്റം t. അതാണ് എഫ് എ ബി എന്ന് പറയുന്നത്. ഇനി എഫ് ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന വസ്തു ബി എന്ന വസ്തുവിൽ പിടിച്ചതിന്റെ ഫലമായി ബിക്കുണ്ടായ ചേഞ്ച് ഇൻ മൊമെന്റം, അതാണ് ഫോഴ്സിൽ ഉണ്ടായ ആ ഫോഴ്സ് അനുസരിച്ച് ഇതിൽ പ്രയോഗിച്ച ആ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ വസ്തു ബിക്ക് എന്ന് പറയുന്ന വസ്തുവിനുണ്ടായ ചേഞ്ച് ഇൻ മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിച്ചാൽ മതി. ബിക്കുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം m2 u2 നിന്നും m2 v2യിലേക്ക് മാറി. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിക്കാനായിട്ട് m2 v2 മൈനസ് m2 u2 ഡിവൈഡഡ് ബൈ 10. ഇനി നമ്മൾ തേർഡ് ലോ അപ്ലൈ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. നമുക്ക് ഇത് രണ്ടും തുല്യവും വിപരീതവുമാണെന്ന് പറയാം. എഫ് എ ബി ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ. ഇനി നമുക്ക് അതിന്റെ ബാക്കി ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എഫ് എ ബിയും എഫ് ബി എയും കിട്ടി. അപ്പൊ ന്യൂട്ടന്റെ തേർഡ് ലോ അനുസരിച്ച്, മൂന്നാം ചലന നിയമം അനുസരിച്ച് എഫ് എ ബി ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ. അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? എഫ് എ ബി എന്ന് പറയുന്നത് m1 v1 മൈനസ് m1 u1 ബൈ
ടി is equal to minus FDA. അപ്പോൾ മൈനസ് ഓഫ് m2 v2 മൈനസ് m2 u2 ഡിവൈഡഡ് ബൈ ടി. നമുക്ക് കിട്ടിയിരിക്കാം. ഇനി നമുക്ക് രണ്ടിടത്തും ടി ഉണ്ട്, ടി രണ്ടിടത്തും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ബാക്കി എന്നാ ഉണ്ട്, നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ m1 v1 മൈനസ് m1 u1. ഇതിന് മൈനസ് കൊണ്ട് രണ്ടിനെയും ബ്രാക്കറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് മൈനസിന് കൊണ്ട് രണ്ടിനെയും ബ്രാക്കറ്റ് ഉള്ളിലുള്ള രണ്ടിനെയും ഗുണിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, മൈനസ് ഓഫ് m2 v2 പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് m2 u2. ഇനി നമുക്ക് u1 u1 u2 ഒരു സൈഡ് കൊണ്ടുവരിക, v1 v2 ഒരു സൈഡ് കൊണ്ടുവരിക. അതായത് നമുക്ക് ഇവിടെ കിടക്കുന്ന മൈനസ് m2 v2 സമത്തിന് ഇപ്പറേ കൊണ്ടുവരിക, ഈ മൈനസ് m1 u1 അപ്പറേ കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും, m1 v1 ഈ മൈനസ് m2 v2 ഇപ്പറേ കൊണ്ടുപോകും, ഈ മൈനസ് m1 v1 അപ്പറേ കൊണ്ടുപോകും. മൈനസ് m2 v2 ഇപ്പറേ പ്ലസ് ആയി m2 v2 is equal to മൈനസ് m1 u1 അപ്പറേ പോകുമ്പോൾ m1 u1 plus m2 u2. ഓർ നമുക്ക് അതായത് ഏതായിട്ടിരിക്കുന്നത് m1 v1 plus m2 v2 സമയം m1 u1 plus m2 v2. ഓർ നമുക്ക് ശരിക്കും നമുക്ക് എഴുതാം, ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് സെയിം ആണ്. അപ്പോൾ m1 u1 plus m2 u2 സമം m1 v1 plus m2 v2. ഇതായിരുന്നു നമുക്ക് തെളിയിക്കേണ്ടിയിരുന്നത്. അതായത് m1 u1 പ്ലസ് m2 u2 എന്ന് പറയുന്നത് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ, ഇടിക്ക് മുമ്പുള്ള ആകെ മൊമെന്റം m1 u1 പ്ലസ് m2 u2 സമം m1 v1 പ്ലസ് m2 v2 ഇടിച്ചതിന് ശേഷമുള്ള ആകെ മൊമെന്റം m1 v1 പ്ലസ് m2 v2. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നതനുസരിച്ച് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അതായത് നമ്മളിവിടെ ബാഹ്യബലം പ്രയോഗിക്കില്ല, ബാഹ്യബലം പ്രയോഗിച്ച് നമ്മൾ ആ പരീക്ഷയിൽ നമ്മൾ കണ്ടായിരുന്നു, ബാഹ്യബലം നമ്മൾ ആ ബോള് താഴത്തേക്ക് വരുമ്പോൾ ആന്തരിക ബലം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ വ്യൂഹം, നമ്മുടെ ആ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിൽ ബാഹ്യബലം പ്രയോഗിച്ചില്ല എങ്കിൽ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ, ഇടിയുടെ മുമ്പുണ്ടായിരുന്ന ആകെ ആക്കവും ഇടിയുടെ ശേഷമുള്ള ആകെ ആക്കവും എപ്പോഴും തുല്യമായിരിക്കും. ഇതാണ് ആക്ക സംരക്ഷണ നിയമം. m1 u1 പ്ലസ് m2 u2 സമം m1 v1 പ്ലസ് m2 v2. അപ്പം നമുക്ക് നമ്മുടെ ഈ ലോ ഇങ്ങനെയാണ് നമ്മൾ തെളിയിക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.